ആയോ? നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവിടെ പുഡിങ് ഭയങ്കര സ്പെഷ്യലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. പുഡിങ് 2 കൊളായി. ഇനിയിപ്പോ കേക്ക് കൂടി ഉണ്ട് കൊളാക്കാൻ. അതല്ല ചേച്ചി, എനിക്ക് എന്താ പറയാ, എനിക്ക് ഭയങ്കര വിഷമായി പോയി. എന്റെ മെയിൻ സംഭവങ്ങൾ എന്ന് പറഞ്ഞാല് ഞാൻ മെയിൻ ആയിട്ട് ഉണ്ടാക്കുക പുഡിങ്ങും കേക്ക്സും ആണ്. എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എന്റെ ഓവനിൽ ഞാൻ ചെയ്യും. ഈ വേറൊരു ഓവൻ വന്നാൽ അതിന്റെ സെറ്റിങ്സ് എനിക്ക് അറിയില്ല. അതെ, എന്നിട്ട് കഴിഞ്ഞ വട്ടം ഇല്ല, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരണ്ടേ, അത് കഴിഞ്ഞ വട്ടം പുഡിങ് ഉണ്ടാക്കി അത് ആകെ ടെക്സ്ചർ എല്ലാം മാറി, അതാകെ കുളമായി. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരുന്നു, സത്യം പറയാലോ. ആ പച്ചമാങ്ങ വെച്ച് തന്നിട്ട് നമ്മൾ ഏറ്റവും നല്ല ടേസ്റ്റ് ആയിട്ട് കഴിച്ചത് ഡിമ്പിളിന്റെയാണ്. നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിൽ ഞാൻ കഴിച്ച സത്യമാണ്. പക്ഷെ അത് വെച്ച് തിക്കാവണായിരുന്നു, സെറ്റ് ആവണായിരുന്നു. പുളി ഒരു ശകലം മാങ്ങയാണെന്നുപോലെ ഇല്ല, അത് ആറാൻ വെക്കണം. എനിക്ക് എടുക്കാൻ പറ്റാണ്ട് കൈ. അങ്ങനെ വിശേഷം. എന്ത് കേക്ക്? ഇത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് എന്ത് രീതിയിൽ 6 ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് നമ്മുടെ ഓഡിയൻസ്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് അയ്യോ, അങ്ങനെ പിന്നെ വൈറ്റ് ആക്കി കൂടെയായിരുന്നു. ഇവിടെ വന്നിട്ടാണ് അറിഞ്ഞത്, എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെയാണ്. വൈറ്റ് ആണെങ്കിൽ അറിയായിരുന്നു? ഇല്ല, എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു ഞാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ വീട്ടിലുണ്ടാക്കുമ്പോൾ മിക്സ് വാങ്ങിക്കും. ബ്ലാക്ക് ഫോറസ്റ്റ് മിക്സും കിട്ടും, വൈറ്റ് ഫോറസ്റ്റ് മിക്സും കിട്ടും. ഇത് നമുക്ക് ഇവിടെ അങ്ങനെ പറ്റില്ലല്ലോ. അങ്ങനെ അഞ്ചു ചേച്ചി എന്താ സ്പെഷ്യൽ ആയിട്ട് എന്തോ കേക്കാണ്? സ്പെഷ്യൽ കേക്ക് ഒന്നല്ല, സാധാരണ കേക്കാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിന്റെ ഇൻഗ്രീഡിയൻസ് അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ഞാൻ മാറ്റുന്നതായിരിക്കും. ഏതാണോ അവൈലബിൾ അത് വെച്ച്. കാരണം ഞാനിത് എക്സ്പെരിമെന്റ് ചെയ്യുന്നതല്ല. ഷൂട്ട് എനിക്ക് വീട്ടിലൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയം കിട്ടില്ല. ഞാൻ ഇത്രയും ഈ ഒരു 4 ദിവസവും ഞാൻ ഷൂട്ടിംഗ് ലൊക്കേഷനിലായതുകൊണ്ട് ഒരു വക എനിക്ക് ഒരു സമയം നോക്കില്ല, ഒന്നും ചെയ്തു. അപ്പൊ അത് കാരണം എനിക്ക് ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 2 മനസ്സിലുണ്ട്. അപ്പൊ അത് ഏതാണോ അവൈലബിൾ കിട്ടുന്നത് അതാണ്. ഞങ്ങൾ പുഡിങ് വന്നപ്പോൾ ഏകദേശം ഒരുപോലെയാണ്. ഞാനിനി ആലോചിക്കട്ടെ. കോക്കനട്ട് പുഡിങ് ഉണ്ടാക്കി, സംഗീത അതുപോലെ ഉണ്ടാക്കി. ഞാൻ അവർ ചോദിക്കണം. നടക്കട്ടെ. അതെ അതെ, താങ്ക് യു. നല്ല കേട്ടെ, നന്നായിട്ടുണ്ടോ? എനിക്ക് എന്തോ കാലദോഷം ഉണ്ട്, അതാ എൻ്റെ ഉള്ളത് ഇങ്ങനെ കേടാവുന്നത്. ഓക്കെ, എനിക്ക് അതിനുള്ള ഒരു എന്താ പറയാ, താങ്ക് യു. അയ്യോ, ഒരു മഴ പെയ്ത് തോർന്ന പോലെ. സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര സങ്കടത്തിലായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്ക് അവരുടെ ഒരു ആശീർവാദവും അവരൊരു എന്താ പറയാ ഒരു ബാക്കപ്പ് ഒക്കെ കിട്ടിയപ്പോൾ ഒരു ചെറിയൊരു സമാധാനമായി. ഈ ബട്ടർ ചൂടോടെ ഒഴിക്കാൻ പാടില്ല, അതുകൊണ്ട് നമുക്കത് ഒരു ബൗളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് കേക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. ഈ ബട്ടർ ഒന്ന് ചൂടാറിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കണം. അപ്പോൾ ഇതെന്തായാലും ചൂടാറിട്ട് ആ സമയം കൊണ്ട് നമുക്ക് ഈ കേക്ക് ബേക്ക് ചെയ്ത് വന്നിട്ട് 3 ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് അത് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഷുഗർ സിറപ്പ് വേണം. അത് തയ്യാറാക്കാനായിട്ട് ആദ്യം 1 കപ്പ് വെള്ളം ഒഴിക്കുക. ലോ ഫ്ലെയിമിലിടണം, അടി കഴുതായി പോകരുത്. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം സിറപ്പിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചൂടാക്കാൻ വെച്ചു. അതിലേക്ക് 4 വലിയ സ്പൂൺ ഷുഗർ ആഡ് ചെയ്യാം. ഇളക്കി കൊടുക്കുക. ഷുഗറൊക്കെ ഒന്ന് നന്നായി മെൽറ്റായി വന്ന് അതൊരു തിക്കായിട്ട്, കുറച്ച് തിക്കായിട്ട് വരണം. എന്ന് വെച്ചാൽ കാരമൽ അല്ല, കുറച്ച് ലൂസായിട്ട്. നമ്മൾ മെയിൻ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഈ കേക്ക് നമ്മൾ 3 ലെയറായിട്ട് കട്ട് ചെയ്യാം. കട്ട് ചെയ്തിട്ട് അതിൽ ഈ കേക്കിനെ സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഗർ സിറപ്പ് ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് റം ഒഴിക്കണം. റം ഓൺ ദി വേ ആണ്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടെ സിറപ്പ് ഇവിടെ ഇരുന്ന് തയ്യാറാവട്ടെ. ബട്ടർ ഇവിടെ ചൂടാറിയിട്ടുണ്ട്, നമുക്കിതിലേക്ക് ആഡ് ചെയ്യാം. 100 ഗ്രാം ബട്ടറാണ് കേട്ടോ.
കൊടുക്കുക. ബട്ടർ എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമ്മളിത് ഈ ബാറ്റർ നമ്മൾ ഈ മോൾഡിലേക്ക് ഒഴിക്കാൻ പോവാണ്. അതിന് മുൻപ് നമുക്ക് ഈ മോൾഡ് ബട്ടർ ഒഴിച്ച് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കണം. നന്നായിട്ട് അങ്ങനെ എല്ലാ വശത്തും ഗ്രീസ് ചെയ്യണം. അപ്പോൾ നമ്മൾ മോൾഡിൽ ബട്ടർ നന്നായിട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്നറിയോ? ഇനി ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ ഇങ്ങനെ വിതറണം. എല്ലായിടത്തും ആവാവുന്ന പോലെ ഇങ്ങനെ വിതറണം. ഇതെന്തിനാന്ന് വെച്ചാൽ കേക്ക് അടി പിടിക്കാണ്ടിരിക്കാനാണ്. എന്നിട്ട് ഈ ബാക്കി എക്സസ് വരുന്ന ഈ കൊക്കോ പൗഡർ ഇങ്ങനെ തട്ടിക്കണം. കണ്ട ഇങ്ങനെ വരും. ഇങ്ങനെയൊക്കെ ഞാൻ വീട്ടിൽ ചെയ്യാറ്. ഇനി ഇവിടെ ചെയ്യുമ്പോൾ എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നമുക്ക് ഈ മൗൾഡിലേക്ക് ഈ ബാറ്റർ ഒഴിക്കാം. ഇത്ര മതിയാവും. കാരണം കേക്കിന് പൊന്തി വരാനുള്ളതാണ്. അതുകൊണ്ട് തുമ്പ് വരെ ഒഴിച്ചാൽ അത് തൂവിപ്പോവും. എന്തായാലും ഇത് ചുമ്മാ ഇത് ചിലപ്പോൾ ഞാൻ പ്രസൻറ്റ് ചെയ്യില്ല. ഞാൻ എന്താ പറയുക, ഞാൻ ആദ്യമായിട്ട് കേക്ക് ഉണ്ടാക്കിയപ്പോൾ ഉപയോഗിച്ച മോൾഡാണ്. ഒരു 4-5 വർഷമൊക്കെയായി. ഞാൻ എപ്പോൾ കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇതിലാണ് ഉണ്ടാക്കുക. അപ്പോൾ ഇവനൊരു വിഷമം വേണ്ട എൻ്റെ കരടിക്കുട്ടനെ. അതുകൊണ്ട് വെറുതെ ഇതിൻ്റെ വേസ്റ്റ് ബാലൻസ് വരുന്നത് മാത്രം ഞാൻ ഇതിലേക്ക് ഒഴിച്ച് വയ്ക്കുന്നുണ്ട്. ഇത് എൻ്റെ ഒരു സമാധാനത്തിനാണ്. ബാക്കി നമുക്ക് ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മുടെ കേക്ക് ബാറ്റർ റെഡിയാണ്. ഇതും നമ്മുടെ കുഞ്ഞിക്കരടിക്കുട്ടന്. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യണം. 180 ഡിഗ്രി സെൽഷ്യസിൽ 40 to 45 മിനിറ്റ്സ് ആണ് നമുക്ക് ബേക്കിംഗ് ടൈം. അപ്പോൾ നമുക്കിത് ബേക്ക് ചെയ്യാൻ വെക്കാം. ഒരുമിച്ച് പ്രീഹീറ്റ് ചെയ്തോ? അതൊക്കെ ഇവളുടെ പണിയാണ്. ഞാനിത് വെക്കല് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം വെച്ചാൽ ഒരു 2 റൗണ്ടിലാണ് കേക്ക് ബേക്ക് ചെയ്യുമ്പോൾ ചൂട്. ഇനി അതൊരു 5 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്യണം. ഇതിന്റെ ഉള്ളിലാണ് ഞങ്ങളുടെ ഭാവി ഭൂതവും ഭർത്താവും ഒക്കെ.